മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം എൻ്റെ കുട്ടൂസുമോൻ സ്കൂളിൽ പോകുന്നതിൻ്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു ഒരേ വിശേഷങ്ങൾ, ഞാൻ അറിയുന്ന വിശേഷങ്ങൾ നിങ്ങളെ കൂടി ദുഃഖമുള്ളതായാലും സന്തോഷമുള്ളതായാലും നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നതാണല്ലോ നല്ലത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കുട്ടൂസ് സ്കൂളിൽ പോണതിൻ്റെ തിരക്കും ബഹളവും ആഹാരം കഴിക്കുന്നതിൻ്റെ തിരക്കും. കഴിക്കൂല, ഒരു വക കഴിക്കൂല എൻ്റെ കുട്ടൂസുമായി. ബുധനാഴ്ച യൂണിഫോമാണിത്. സൂപ്പറല്ലേ അവനെ? ഹായ് ഹായ് പറഞ്ഞു. ചൂടാ ഒക്കെ കുടി, ഞങ്ങളെ ഒക്കെ കുടി. ഒറ്റ ഇതിലൊക്കെ കുടിച്ചു. എനിക്ക് പോയി ബാവപ്പിലേക്ക് ഇടക്കായി. ഗുഡ് ബോയ്. എൻ്റെ കുട്ടൂസ് മോൻ സ്കൂളിൽ പോകാൻ റെഡിയായി. പോകാനുള്ള തിരക്ക്. ചാച്ചൻ കൊണ്ടുപോകാൻ പോകണം. ടാറ്റാ മോനെ. ഞാൻ ടോക്ക് ഐഡന്റി കാർഡ് ഇട്ടില്ല. ഐഡന്റി കാർഡ് കിട്ടിയില്ലേക്കളെ. ടാറ്റാ പോക്കറ്റിലൊക്കെ കൈയിട്ട് തിരിഞ്ഞാട്ട് പോടാ. ഇങ്ങനെ തരിഞ്ഞില്ലേ? അങ്ങനെ നോക്ക്. ടാറ്റാ ബൈ. പയ്യെ പോയാൽ സമയം. ടാറ്റാ ബൈ. കുട്ടൂസ് സ്കൂളിലേക്ക് അങ്ങനെ അതോ പോകുന്നു. ബൈ. കുട്ടൂസ് മോൻ അങ്ങനെ സ്കൂളിൽ പോയി. പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് കല്ലല്ലേ. ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക്, ഇപ്പം UKG മാറി കുട്ടൂസ് മോൻ 1-ാം ക്ലാസ്സിലായി. കുട്ടൂസ് മോന് പഠിക്കാനുള്ള ടെസ്റ്റുകളും അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ അന്തം വിട്ടുപോകും. നമ്മൾ എത്രാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കുന്നതാണ് ഇപ്പം കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നത്. അത്രയ്ക്ക് അവർക്ക് പഠിക്കാനുണ്ട്. അവർക്ക് ഒരു കെട്ട് ടെസ്റ്റ്, അതെല്ലാം അത് പഠിച്ചവരെ മെമ്മറി ഇതാവണം. ഇപ്പോഴത്തെ പഠിക്കുന്ന കൊച്ചുങ്ങളെ ആ ഒരു ഇത് നമ്മൾ കണ്ട് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ആ ഒരു പഠിക്കുന്ന ഓരോ ഇതും നമ്മൾ കാണുമ്പോഴേ UKG തൊട്ടേ അവർക്ക് ഹിന്ദി തുടങ്ങും. 1-ാം ക്ലാസ്സിൽ ഹിന്ദി ടെസ്റ്റായി. പിന്നെ പഠിക്കാനുള്ള ടെസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുട്ടൂസ് മോൻ ട്യൂഷന് പോകുന്നില്ല. ഇതുവരെയും ട്യൂഷൻ പോയി തുടങ്ങിയില്ല. കുട്ടൂസ് മോൻ്റെ അമ്മ തന്നെയാണ് പഠിപ്പിക്കുന്നത്. വൈകിട്ട് വന്ന് ഹോംവർക്ക് എഴുതാനായിട്ട് ഒരുപാട് കാണും. ഹോംവർക്ക് എഴുതാനായിട്ട് അങ്ങനെ കുട്ടൂസ് മോൻ പഠിക്കാൻ പോയി. എൻ്റെ ആദിക്കുട്ടൻ UKGയിലാണ്. അവനെ 3 വയസ്സിലേ പഠിക്കാനാക്കിയത് കൊണ്ട് LKGയിൽ 2 വർഷം ഇരുന്ന് ഇപ്പം UKGയിലായി. അപ്പോൾ അടുത്ത വർഷമാണ് 1-ാം ക്ലാസ്സിലാവുന്നത്. അവനും പഠിക്കാൻ ഒരുപാടുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയാണ്. അവൻ പിന്നെ ട്യൂഷനും കൂടെ ഉള്ളതുകൊണ്ട്, മോനും മോളും ഒന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ട്യൂഷനും കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനും ട്യൂഷനും എന്തെങ്കിലും ഇല്ലാതിരിക്കാൻ പറ്റൂല. കാര്യം അത്രയ്ക്കും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു രീതിയല്ല. പിന്നെ അതിനോട് അനുബന്ധമായിട്ട് തന്നെ അവരെ സ്കൂളുകളിൽ പരിപാടികളായാലും അവർക്ക് എല്ലാ ഇതും പ്രോത്സാഹന, അങ്ങനെ എന്ത് ഇതിന് വേണമെങ്കിലും അവരൊക്കെ ചേർക്കാനായിട്ട് എല്ലാത്തിനും സ്പെഷ്യലായിട്ട് ഓരോന്നിനും പൈസ അടയ്ക്കേണ്ടി വരും. എന്നാലും കൊച്ചുങ്ങൾക്ക് അതിൻ്റേതായ ഒരു കലാവാസനയും കൂടി അവർ വളർത്തിക്കൊണ്ടുവരുന്ന സ്കൂളുകളാണ്. അതൊക്കെ തന്നെ നല്ല ഒരു ഇതാണ്. പാട്ടിനായാലും ഡാൻസിനായാലും എങ്ങനെ ഇങ്ങേറ്റം കുട്ടികൾക്ക് കരാട്ടെ വരെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഏറ്റവും നല്ല. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇന്ന് അങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് നടന്നു വരുന്ന ഓരോ സംഭവം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്
ഏറ്റവും നല്ലൊരു കാര്യമാണ്. അപ്പോൾ സ്കൂളിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതും എടുക്കുന്നതും എല്ലാം ഒരു നല്ല കാര്യമെന്നേ പറയുള്ളൂ. പിന്നെ ഞാനിപ്പം 2-3 ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇപ്പം എനിക്കിന്നിപ്പം പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ അനുഭവങ്ങൾ അറിയുമ്പോഴത്തേക്കും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാതിരുന്നാലോ എന്നുള്ള ഒരു ഇതാണ് ഞാൻ അയക്കുന്നത്. ഒരു കുടുംബത്തിൽ ഒരമ്മയും അച്ഛനും 3 ആമക്കളും. അപ്പം ആ അമ്മ ബാങ്കിൽ ജോലി ചെയ്യുന്നു, അച്ഛനും ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. അച്ഛൻ മരിച്ചു. അച്ഛൻ സർവീസിലിരിക്കവേ തന്നെ അച്ഛൻ മരണപ്പെടുന്നു. ആ ജോലി മൂത്ത മകന് കിട്ടുന്നു. ആ മകൻ അതിനുശേഷം വിവാഹം കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന് ശേഷം ഈ ജോലി രാജിവെച്ച് ഓസ്ട്രേലിയക്ക് പോകുന്നു. ഓസ്ട്രേലിയയിലാണ് അവർ സെറ്റിലായത്. പിന്നെ ഇളയ 2 മോനാണ്. അതിനിടയ്ക്ക് വെച്ച് തന്നെ ഈ അമ്മയ്ക്ക് വയ്യാതായി അവർ റിട്ടയർഡായി. അതിനുശേഷം ഈ അമ്മയ്ക്ക് വയ്യാതായി ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് പിറ്റേന്ന് അവർക്ക് സ്ട്രോക്ക് കൂടി വരുന്നു. അങ്ങനെ പല പല പ്രശ്നങ്ങളാവുന്നു. ആ അമ്മ കിടപ്പിലായി. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് 2ാമത്തെ മകൻ ഇവർ പിന്നുള്ള മക്കൾ 2 പേരും വിവാഹം കഴിക്കാൻ പറഞ്ഞാൽ കല്യാണം കഴിക്കില്ല. അപ്പം ആ അമ്മയ്ക്ക് പിന്നെ നോക്കാനോ എടുക്കാനോ ഒന്നിനും ആരുമില്ല. ഒരേ കുടുംബങ്ങളിലുള്ള പണമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അപ്പം ആ മൂത്ത മോൻ്റെ കുടുംബം ഇവരെ ഒന്ന് വിളിച്ച് തിരക്കുകയോ സുഖമാണോ യാതൊരു കോണ്ടാക്റ്റും ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഓരോ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതാണ്. പിന്നുള്ള ഈ 2 മക്കൾ അത് കണ്ട് അമ്മയെ നോക്കാത്ത ഒരിത് വെച്ച് 2 മക്കളും കല്യാണം കഴിക്കാതെ ആ 2ാമത്തെ മകൻ 36-ാമത്തെ 8ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. അതെങ്ങനെ മരണപ്പെട്ടു എന്നെനിക്കറിയില്ല. ആ മോനും വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു. ഇനി ഒരു മോനുണ്ട്. ആ മോന് 46 വയസ്സായി. ആ മോൻ ഇതേപോലെ ജർമ്മനിയിലാണ്. പക്ഷേ ആ മോനോട് വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടും ആ മോൻ വിവാഹം കഴിക്കുന്നില്ല. ഈ ഞാൻ വിവാഹം കഴിച്ച് ഇതുപോലെ എവിടെയെങ്കിലും പോയി ഞാൻ നിന്നാൽ എൻ്റെ അമ്മയെ ആര് നോക്കും? അമ്മയെ നോക്കണ്ട, അമ്മയായിട്ട് കോണ്ടാക്റ്റ് പോലും ഇല്ലാതായാലോ എന്നുള്ള പേടിയിൽ ആ മകൻ കല്യാണം കഴിക്കാതെ ഇപ്പോഴും പൈസയുടെ ഇതായാലും എപ്പോഴും വിളിച്ച് അമ്മയെ കണ്ട് കേട്ട് അമ്മയെ നോക്കാനായിട്ട് ഒരാളെ നിർത്തി. പിന്നെ അവരെ ബന്ധത്തിലുള്ള ഒരാളും കൂടി ആയി. അങ്ങനെ ആ വീട്ടിൽ പോകുന്നു. ആ മക്കൾ പിന്നുള്ള ആ മക്കൾ എന്ന് പറഞ്ഞാൽ ഇനിയൊരു മോനേ ഉള്ളു. ആ മോൻ ആ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, വിവാഹം പോലും കഴിക്കാതെ. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു മകൻ വിവാഹം കഴിച്ച് ആ ഒരു ഇത് കണ്ട് തന്നെ മറ്റുള്ള 2 മക്കളും വിവാഹം കഴിക്കാതെ അത്രയ്ക്ക് ഇതായിട്ടുള്ള ആ അമ്മയുടെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്ട്രോക്കും കൂടി വന്നപ്പോൾ ഒരു വശം കൈയും ഒരു വശവും തളർന്നു. എന്നാലും ആ മകൻ 40 ലക്ഷം രൂപയോളം പുറത്ത് ചിലവായി. അവിടെ കിംസിലായിരുന്നു ഓപ്പറേഷനും എല്ലാം. ഓരോ കഥകൾ നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും ക്രൂരതയായിട്ടുള്ള ഓരോ കഥകൾ നമ്മൾ വല്ല പത്രത്തിലും TV-യിലേ കണ്ടിട്ടുള്ളൂ. ഇത് ഏറ്റവും അടുത്തറിഞ്ഞൊരു കഥയാണ്. അപ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അത്രയ്ക്കും ഒരു വിഷമാർന്നൊരു കഥ. ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നത്. ഇപ്പം പ്ലെയിൻ തീ പിടിച്ച് അതിൻ്റെ ഒരിത് പ്ലെയിൻ പൊങ്ങി ഏതാനും നിമിഷങ്ങൾക്കകമാണ് അതിലിത്രയും ഇതായത്. അതിലിപ്പോൾ പല ദുരൂഹതകളും പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഭഗവാനെയും. നമുക്ക് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ ഹൃദയം പൊട്ടിപ്പോവുകയാണ്. ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളും മറ്റതും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് എന്നും എപ്പോഴും നമ്മുടെ മക്കളെ കാത്തുകൊള്ളണേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ദൈവത്തിനോട്. ഒരാപത്തും വരുത്താതെ കുഞ്ഞുങ്ങളെ കാത്തുകൊള്ളണേ. ഇത് മാത്രമാണ് പറയാനുള്ളത്. അങ്ങനെ ഇന്നൊരു പ്രഭാതം ഇങ്ങനെ ഇതായി. ഇപ്പം എല്ലാവരും മീനൊക്കെ വാങ്ങുന്നുണ്ടോ? മീൻ ഞങ്ങൾ വാങ്ങുന്നില്ല ഇപ്പോൾ. എന്തായാലും മീൻ ഇടയ്ക്ക് 1-2 ദിവസം ഞങ്ങൾ വാങ്ങിച്ച് നോക്കി.
എന്തായാലും വേണ്ട, കുറച്ച് ദിവസം വാങ്ങണ്ടെന്ന് തന്നെ വിചാരിച്ചു. മീനില്ലാതെ തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് നമ്മളിത് ശീലമാക്കുമ്പോഴത്തേക്ക് പിന്നെ അതിൽ നമുക്ക് പ്രശ്നമൊന്നും തോന്നുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുട്ടയുണ്ട്, കോഴിയുള്ളത് കൊണ്ട് നമുക്ക് മുട്ടയുണ്ട്. അപ്പം കുറച്ച് ദിവസം അങ്ങനെയൊക്കെ അങ്ങ് ഇതാകാം എന്ന് വിചാരിച്ചു. കുട്ടൂസുമോനായിരുന്നു പാട്. മീനില്ലാതെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അത് കുട്ടൂസുമോൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നെൻ്റെ ഒരു ചെറിയ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ആരെയും കുടുംബങ്ങളിൽ ഇങ്ങനെ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ മക്കളാണ് നമ്മുടെ നിധി. അതിൽ കൂടിയ സ്വത്തും നിധിയും ഒന്നും വേറെയില്ല. ഭഗവാനെ എല്ലാവരെയും കാത്തുകൊള്ളണേ എന്ന് ആണ് നമ്മളെ നേരം വെളുത്തെണീച്ചാൽ നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബായ്. മഴയൊക്കെ എങ്ങനെയുണ്ട്?